ഈ അന്ധവിശ്വാസമുള്ള ആൾക്കാർക്കിടയിൽ താമസിക്കുമ്പോൾ തന്നെ മറ്റാൾക്കാർ പക്ഷേ റിയാലിറ്റിയിലായിരിക്കും നിൽക്കുന്നത്. എന്നാലും ഇവരെയും കൂടി ഈ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മറ്റവർ ശ്രമിക്കും, ഒരു രണ്ട് കൂട്ടരുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ അതിൽ നിന്ന് നമുക്കിങ്ങനെ മാറാം വേണ്ട, ഈ റിയാലിറ്റിയിൽ നിൽക്കുന്ന ആൾക്ക് അന്ധവിശ്വാസത്തിലേക്ക് പോകാനുള്ള താല്പര്യമില്ല, അഥവാ അതിലോട്ടൊരു ചായ്വ് വന്നാലും എങ്ങനെയാണ് നമുക്ക് ആ ഒരു റിയൽ ലൈഫിൽ നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനും നമ്മുടേതായിട്ടുള്ള തോട്ട്സിൽ തന്നെ പോകാനായിട്ടും സാധിക്കുന്നത് എങ്ങനെയാണ്? പലപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സോഷ്യൽ കണക്ഷൻസ് കുറവായിരിക്കും. അവർ ഐസൊലേറ്റഡ് ആയിട്ട് അവരുടേതായിട്ടുള്ളൊരു വേൾഡിൽ അവരുടേതായിട്ടുള്ള തോട്ട്സുകളിലായിരിക്കും അവർ ജീവിക്കുക. കാരണം മറ്റു ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യുകയും സംസാരിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി അവരുടെ ആ റിയാലിറ്റി ചെക്ക് ചെയ്യപ്പെടുമല്ലോ. അപ്പോൾ അവർക്ക് ആ ഒരു എക്സിസ്റ്റൻഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റൻസ്, മറ്റുള്ളവരുടെ ഒരു വാലിഡിറ്റി, ഇവയൊക്കെ കണ്ടുപിടിക്കുന്നതിന് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ പലപ്പോഴും അവരുടെ തോട്ട്സ് ഒന്നോ രണ്ടോ പേരിൽ അല്ലെങ്കിൽ അവർ തന്നെ ആയിരിക്കും അവരുടെ ഉള്ളിൽ കൊണ്ട് നടക്കുക. അപ്പം അങ്ങനെ വരുന്നത് കൊണ്ട് അത് കൂടുതൽ ദോഷം ഉണ്ടാവുന്നതായിട്ടാണ് പലപ്പോഴും കാണുന്നത്. അപ്പം ഇത് ഉണ്ടാവാതിരിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നമ്മൾ മറ്റു ആൾക്കാരോട് സംസാരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഫാൾസ് ആയിട്ടുള്ള ഐഡിയ നമ്മുടെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് അത് ഫാൾസ് ആയിട്ടിരിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരായിട്ട് സംസാരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫാൾസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക തെറ്റാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഈ കോൺവെർസേഷൻ അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ അവരൊരു വിചാരിക്കുന്നത് തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും റിയാലിറ്റിയും ട്രൂത്തുമായിട്ട് ഒരു ഫാൻറ്റസിയിൽ ലൈഫ് കണ്ടക്ട് ചെയ്യുന്ന അവസ്ഥയെ വരുള്ളൂ. അപ്പോൾ കമ്മ്യൂണിക്കേഷനും സോഷ്യൽ ഇൻട്രാക്ഷനും നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ട്രൂത്തിലേക്കും റിയാലിറ്റിയിലേക്കും എത്തിക്കുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാത്ത് തന്നെയാണ്.